ഈ ശാരീരികമായുള്ള കാര്യങ്ങൾ, ഈ ബയോളജിക്കലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരവാദം മുഴക്കുക എന്നുള്ളത് പൊതുവെ ചില സ്ത്രീകളുടെയും ഈ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ പോലെ പ്രവർത്തിക്കുന്ന ഫെമിനിസ്റ്റുകളുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മെൻസ്ട്രൽ ലീവ്. ലോകത്തൊരു രാജ്യത്തും ഈ സാംബിയ, ഊംബിയ, കൊറിയ അങ്ങനത്തെ ചില സ്ഥലങ്ങളിലല്ലാതെ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ അല്ലാതെ ഈ പറയുന്ന പോലുള്ള പ്രൊഡക്ടിവിറ്റി ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യത്ത് പോലും ഈ പറഞ്ഞ മെൻസ്ട്രൽ ലീവ് ഇല്ല. UK-ലില്ല, US-ലില്ല, ചൈനയിൽ പോലും ഇല്ല. നാഷണൽ ലെവലിൽ ഇങ്ങനത്തെ ഒരു മെൻസ്ട്രൽ ലീവ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മെൻസ്ട്രൽ ലീവ് വേണം എന്നും പറഞ്ഞുകൊണ്ട് മുഴക്കുക. ഇതാണ് ഇതിന്റെ കോമഡി. ഇതിനൊരു മണ്ടത്തിന് വരെ അറിയുന്നില്ല. ഓൾറെഡി ഇത് പറയുന്നതോടുകൂടി ഇവര് പറയുന്നത് തന്നെ ഈ പെണ്ണ് തബലയാണ് എന്നാണ്. കാരണം ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ പണിയെടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ലീവ് വേണം. ഇതാണ് ആക്ച്വലി ഇവർ ഇൻഡയറക്ട്ലി പറയുന്നത്. അതിന് പുറമെ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് വേണം. ഈ പ്രോഫിറ്റിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് പ്രൊഡക്ടിവിറ്റി വേണം. അപ്പൊ ഇവര് ഒരു ടീം എടുക്കും. ഒരു ടീമിൽ 4 പെണ്ണുങ്ങളും ഒരാണും ആണെങ്കിൽ ഇവര് 4 കൂടി എനിക്ക് ഇത് നമുക്ക് തപ്പിത്തരാനൊന്നും പറ്റില്ലല്ലോ, ഇത് തെളിക്കാൻ പറ്റുന്നൊന്നും പറ്റില്ലല്ലോ ഈ മെൻസ്ട്രൽ ലീവ് ആണോ അല്ലേ എന്നൊന്നും. അപ്പം ഈ 4 പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് മെൻസ്ട്രൽ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോജക്റ്റ് ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യോ? അപ്പം പെണ്ണുങ്ങൾ ആരും എടുക്കൂല ജോലിക്ക്. അല്ലെങ്കിൽ തന്നെ ആ ലീവ്, ഈ ലീവ്, മറ്റേ ലീവ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വർക്ക് പ്ലേസിൽ ഒരുപാട് ആനുകൂല്യ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് പൊതുവേ സ്ത്രീകളാരും എടുക്കും. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ത്രീകളെ എനിക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തേ എടുക്കുള്ളൂ. അല്ലാതെ ഞാനൊരു സ്ത്രീനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്ക് പ്രൊഡക്ടിവിറ്റി കുറയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാണെങ്കിൽ ഞാൻ അവിടെ ഒരു സ്ത്രീനെ എടുക്കൂല. ഇതാണ് പൊതുവെ എല്ലാവരും ചെയ്യുക. അപ്പം ഇതുപോലെ തന്നെ ഈ സ്ത്രീകളെ മെൻസ്ട്രൽ ലീവ് കൊടുത്താൽ പിന്നെ ആരും സ്ത്രീകളെ ജോലിക്ക് എടുക്കൂല. സ്ത്രീ അബലയാണെന്ന് തെളിയും. സ്ത്രീയെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല, ഒരു പ്രോജക്റ്റ് കറക്റ്റ് തീർക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം വരും ഇയാൾക്ക്. സോ അതുകൊണ്ടാണ് സാധാരണ പൊതുവെ നമ്മുടെ കോടതി ഒരു പാവാട ലൈനിലാണ് പ്രവർത്തിക്കാറ്. പക്ഷെ ഇതിൽ ഇപ്രാവശ്യം കോടതിക്ക് അറ്റ്ലീസ്റ്റ് ഒരു നേരിയ ബുദ്ധി വന്നതിൽ എന്താ പറയാ, വളരെ നല്ലത്. അപ്പൊ ഇതുപോലെ മനസ്സിലാവാത്ത കുറെ ഫെമിനിസ്റ്റാണ് ഇനി ആർത്തവ ലീവ് വേണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഭയങ്കര എംപവേർഡ് ആണ്, ഞങ്ങൾ ഇക്വിറ്റിയാണ്, നമുക്ക് വേങ്ങയാണ് തേങ്ങയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബയോളജിക്കൽ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനനം മുതൽ ലോകത്ത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ആ കാരണം പറഞ്ഞ് ഇരവാദം വഴിക്ക് അതിന് ലീവും വാങ്ങി ഇത് പ്രൊഡക്ടിവിറ്റിനെ ഡയറക്ട്ലി ഹിൻഡർ ചെയ്യുന്ന സകലമാന പരിപാടികളും കുത്തിത്തിരിപ്പും ഇവരുടെ കയ്യിലുണ്ട്. ഇതിന് കൊടി പിടിക്കാൻ കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. അതാണ് ഇതിന്റെ ഒരു രസം.